1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഒരിക്കൽ കൂടി ജീവൻ തിരിച്ചു കിട്ടിയല്ലേ? അതെ, അത്ര പെട്ടെന്ന് കണ്ണേട്ടനിൽ നിന്ന് ദൈവങ്ങൾ എന്നെ വേർപെടുത്തില്ല. എന്താടാ കൊളുത്തിയമ്മേ, ഞാനും മേഘനും ചേർന്ന് അവളുടെ ചിത. ഇതുവരെ മഹാലക്ഷ്മി ജീവനോടെ ഉണ്ടെന്ന് നിങ്ങളുടെ രണ്ടാളുടെ ശത്രുക്കൾക്കറിയില്ല. ഇനിയാ യഥാർത്ഥ കളി അവര് കാണാൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മൾ തോറ്റതായിരുന്നു. മഹാലക്ഷ്മിയുടെ തല ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവളുടെ പാദത്തോളം ഞാൻ താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് ഭയങ്കര ആശ്വാസ. എടി മോളെ മഞ്ജു, മഞ്ജു, എന്റെ മോൾ ഉറക്കായിരുന്നല്ലേ? എന്തിനാ വെറുതെ ഉറക്കം കളയാനായിട്ട് ഇങ്ങോട്ട് വന്നേ? എവിടെയോ പോയി കുടിച്ചിട്ട് വന്നിരിക്കുവാ. കുടിച്ചേരി, ഞാൻ നന്നായിട്ട് കുടിച്ചു. നമ്മുടെ പ്രതാപനങ്ങളാ ഒഴിച്ചു തന്നത്. പക്ഷേ തൊട്ട് നാവി വെക്കാൻ അച്ചാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തിരികെ വന്ന ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം എടുത്ത് ചൂടാക്കി കഴിച്ചു. എവിടേക്ക് ഈ രാത്രി പോയത്? ഒരുത്തിയുടെ പുക കാണാൻ. നിന്റെ ഏഴതമ്മയില്ലേ അവളുടെ. എന്താ വിശ്വാസമായില്ലേ നിനക്ക്? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ കണ്ണേട്ടൻ മേഘേട്ടനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എടി, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. എടി മോളെ, അവളുടെ ആയുസ് തീർന്നപ്പോ അവൾ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ മേഘേട്ടൻ അറിയാതെ ഒരിക്കലും പോവില്ല. എന്താ നടന്നത്? അത് എന്നോട് പറഞ്ഞൂടെ? ചില കാര്യങ്ങളെ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല. ഇന്ന് സന്തോഷിച്ച പോലെ ഞാൻ ഈ അടുത്തൊന്നും സന്തോഷിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കാം. ആഘോഷിക്കാടി. അതെ, നീ ഇപ്പം എന്റെ അടുത്ത് ഒരുപാട് അകലുന്നുണ്ട് കേട്ടോ. കള്ളു കുടിച്ചു വന്നിട്ട് എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എടി, അതിന് അത്രയ്ക്കൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. ഇപ്പൊ ഇത്തിരി ഭക്ഷണം കഴിച്ചപ്പോ ആ കിക്കൊക്കെ അങ്ങ് പോയി. എന്നാലും എനിക്ക് മദ്യത്തിന്റെ മണം ഇഷ്ടമല്ല. നീ ഇപ്പൊ അതും പറഞ്ഞ് പലപ്പോഴും ഈ ബെഡ്റൂമിനകത്ത് പുറംതിരിഞ്ഞാ കിടക്കുന്നത്. അതിപ്പോ കുറച്ചു ദിവസമായി. എങ്ങനെ കിടക്കാതിരിക്കും? എല്ലാ ദിവസവും ഉണ്ടല്ലോ മേഘേട്ടന് മദ്യത്തിന്റെ മണം. എടി മോളെ, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അതൊന്നും വലിയ വിഷയമല്ലടി. പക്ഷെ എനിക്ക് വിഷയമാണ്. എന്റെ ഭർത്താവ് മദ്യപിക്കുന്നതും അന്യ പെൺകുട്ടികളുടെ പിന്നാലെ പോകുന്നതും എനിക്കിഷ്ടമല്ല. ഞാൻ മദ്യപിക്കും, പക്ഷെ നിന്നെ മറന്നിട്ട് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ ഞാൻ പോവാറില്ല. അതേപ്പറ്റി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? എടി, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ചിലപ്പോ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചു എന്ന് വരും. അതൊന്നും കാര്യമാക്കരുതെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ നേരിട്ട് എന്തെങ്കിലും കണ്ട അത് പൊറുക്കാനും പോകുന്നില്ല. നല്ലൊരു കാര്യം ഇവളോടൊന്ന് പറഞ്ഞാ എനിക്കിട്ട് രണ്ടെണ്ണം കിട്ടണം. ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മിക്കവാറും പൊട്ടിക്കാൻ ആള് വന്നോളും. എന്താ? സന്തോഷം സഹിക്കാൻ വേണ്ടി.
അത് ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് തീർത്തോട്ടെ. മോള് കിടന്ന് ഉറങ്ങിക്കോ. 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 എന്തായാലും ഇയാൾ ഉറങ്ങിയിട്ട് സത്യാവസ്ഥ ഒന്ന് അറിയണം. എടാ, ഇത് എത്രാമത്തെ തവണയാ മഹിയെ നിന്നെ മാറി മാറി കൊല്ലാൻ ശ്രമിക്കുന്നത്? ഓരോ തവണയും രക്ഷപ്പെട്ടു പോവുക. എങ്കിലും ഇതിനൊരു അവസാനമില്ലേ? അവസാനം ഉണ്ടാക്കണം. പെട്ടെന്ന് ചെന്ന് വാതിൽ തുറക്കണ്ട. സാറേ, ഇത് ഞാനാ, മാർക്കോ. എടാ മാർക്കോയാ, പോയി തുറക്ക. വാ. സാറേ, എന്തിനാ സാറേ തൊഴുന്നേ? ഇപ്പോ മാർക്കോ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ജീവൻ തരുന്നതും ജീവൻ എടുക്കുന്നതും ദൈവങ്ങളാ. ഇവിടെ ഇപ്പൊ എനിക്കും മഹിക്കും പലതവണ ജീവൻ തന്നത് മാർക്കോയാ. അപ്പോ ഞങ്ങളുടെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനമാ. സാർ ഇവിടേക്ക് വരുന്നതിന് മുമ്പേ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറിന്റെ വൈഫിനെ ശ്രദ്ധിക്കണമെന്ന്. ആ നിമിഷം മുതൽ ഞാൻ പിന്നാലെ ഉണ്ട്. അയാളെന്താ കൂട്ടിക്കൊണ്ടുവരാഞ്ഞേ? തൽക്കാലം ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നില്ല. ഒരു 2 ദിവസം മഹാലക്ഷ്മിയെ മറച്ചു പിടിക്കാൻ പോവാ. അതെന്തിനാ? അതൊക്കെ ഉണ്ട് സാറേ. 2 ദിവസം മഹാലക്ഷ്മിയെ കാണാതാവുമ്പോ ന്യായമായിട്ടും പോലീസ് അന്വേഷണം നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെയും പോലീസ് അന്വേഷണം ഉണ്ടാവും. പക്ഷേ ഒറിജിനൽ പോലീസ് അല്ല എല്ലായിടത്തേക്കും പോകാൻ പോകുന്നത്, ഡ്യൂപ്ലിക്കേറ്റാ. ആ സമയത്ത് എന്തെങ്കിലും തലവേദന ഉണ്ടായ 2 വക്കീലും കൂടെ അന്ന് എന്നെ രക്ഷിച്ചതുപോലെ ഇവിടെയും രക്ഷിക്കണം. സാറേ, സന്തോഷിക്കുന്നവരൊക്കെ സന്തോഷിക്കട്ടെ സാറേ. മഹാലക്ഷ്മി അങ്ങ് പോയെന്ന് തന്നെ സാറിന്റെയും മഹാലക്ഷ്മിയുടെ ശത്രുക്കൾ വിധി എഴുതട്ടെ. പിന്നീടുള്ള കളി കാണാൻ നല്ല രസമായിരിക്കും. അത് ശരിയാ കണ്ണ, എല്ലാ തവണയും ഇതുപോലെ സംഭവിക്കുന്നതാ. പക്ഷേ അവരുടെയൊക്കെ സന്തോഷം നീണ്ടു നിൽക്കാൻ നമ്മൾ അവസരം കൊടുത്തിട്ടില്ല ഇതുവരെ. മാർക്കോ പറഞ്ഞതുപോലെ 2 ദിവസം, അത് കഴിഞ്ഞ് മഹാലക്ഷ്മി അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോയാൽ മതി. അതിന് മുന്നേ കൊണ്ടുപോകാം സാറേ. അതെങ്ങനെ? അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ പ്ലാനാ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മേഘനാഥനെയും പ്രതാപനെയും ഒക്കെ നെട്ടോട്ടം ഓടിക്കുന്നത് സാറുമാര് കണ്ടോ? എന്താ മാർക്കോ ചെയ്യാൻ പോകുന്നേ? ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് മഹാലക്ഷ്മിയോട് വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സാറിനോട് പറയാം. ഞാൻ പോയിട്ട് വരട്ടെ. രാത്രിയിലാ പോകുന്നത്, സൂക്ഷിക്കണം. ആരെ സൂക്ഷിക്കാനാ സാറേ? സാറിന്റെ ശത്രു ഇപ്പൊ സന്തോഷത്തിലല്ലേ? അതുകൊണ്ട് അവര് തൽക്കാലം എന്റെ പിന്നാലെ ആളെ അയക്കില്ല. ശരി സാറേ. കണ്ണ, ദൈവം തന്നെയാ മാർക്കോയെ നിന്റെ മഹാലക്ഷ്മിയുടെ അരികിലേക്ക് അയക്കുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. എടാ, അമ്മയുടെ സ്ഥാനത്തും അച്ഛന്റെ സ്ഥാനത്തും സഹോദരങ്ങളുടെ സ്ഥാനത്തും നിൽക്കുന്നവരാ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നേ. അതോർക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഏതെല്ലാം രീതിയിലാടാ ഞാൻ ഇവരെയൊക്കെ സഹായിച്ചിട്ടുള്ളത്. എന്നിട്ട് അവർക്ക് എന്താണ് ഇങ്ങനെ? അത് ഈ കാലത്തിന്റെ കുഴപ്പമാടാ. ഇന്നിപ്പോ ബന്ധങ്ങൾക്കാരും വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. അവരവരുടെ നേട്ടങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. എടാ, ഞാൻ കരുതിയതിനേക്കാളും ദുഷ്ടനാ ഈ പറയുന്ന മേഘനാഥൻ. അവൻ എന്നെ പെണ്ണ് കേസി കൊടുക്കാൻ നോക്കി. അതിനാ തിരിച്ച്
അവന്റെ പെണ്ണിനെ കൊണ്ട് തന്നെ മറുപടി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാ അവനിട്ട് 2 എണ്ണം പൊട്ടിക്കാതിരുന്നത്. പക്ഷേ ഇപ്പൊ അവൻ ഈ ചെയ്തതിന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ വീടിനകത്ത് കയറി പൊട്ടിക്കാൻ മാർക്കോ. ഏയ് അത് വേണ്ട. ഇപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്ന കളിയുണ്ടല്ലോ, അതവന്റെ ആയുസ് എടുക്കുന്ന കളി തന്നെയാ. അതിനിടയിൽ സാഗറെ, നീ പ്രേമം കൊഴിപ്പിക്കണം. എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിക്കോളാം. പക്ഷേ പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് പിടികിട്ടുന്നില്ലല്ലോ മാർക്കോ. ഒന്നാമത് മേഘൻ സാറിന്റെയും ആ ഉണ്ണിയുടെയൊക്കെ ബ്ലഡാണ് മഞ്ജുവിൻ്റെത്. എപ്പോഴാ തേക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നീ നിന്റെ പഴയ സ്വഭാവമൊക്കെ കളഞ്ഞിട്ട് നേരെ ചൊവ്വേ ജീവിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടാവും. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. നമ്മൾ പറഞ്ഞില്ല, അതിനു മുമ്പേ അവളിങ്ങ് വിളിച്ചു മഞ്ജു. ഈ സമയത്തോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇനിയും ഈ സംഭവം പറഞ്ഞിട്ട് വിളിക്കുമായിരിക്കോ? അതേപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞേക്ക്. ആ ശരി. ആ മഞ്ജു, ഞാൻ സാഗറിനെ വിളിച്ചതൊരു വിവരം അറിയാനാ. എന്റെ ഏടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ? മഹാലക്ഷ്മിക്കോ? അതെ. എനിക്കറിയില്ല. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അങ്ങനെ പറയാതെ. എന്തെങ്കിലും ഇല്ലാതെ ഈ സമയത്ത് മഞ്ജുവിനെ വിളിക്കില്ലല്ലോ. സാഗറിനൊന്നും അറിയില്ലല്ലോ, പിന്നെ ഇനി അതിനെപ്പറ്റിയൊന്നും ചോദിക്കുന്നില്ല. അല്ല, സമയം 2 മണി കഴിഞ്ഞു. ഈ നേരത്ത് എന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വിളിച്ചാണോ എന്റെ ശബ്ദം കേൾക്കാനായിട്ട്? അത്ര കേൾക്കാൻ കൊള്ളാവുന്ന ശബ്ദമൊന്നും അല്ല സാഗറിന്റെ. പക്ഷേ മഞ്ജുവിന്റെ ശബ്ദം സ്വീറ്റാണ്. ദേ, മഞ്ജു വിളിച്ചപ്പോ തന്നെ ഞാൻ ഫോൺ ചാടിയെടുക്കുമായിരുന്നു. അതിന്റെ കാരണം എന്താ? ഞാനിതുവരെ ഉറങ്ങിയിട്ടില്ല. എന്റെ ഉറക്കം ഇപ്പൊ കെടുത്തുന്നത് മഞ്ജുവാണ്. ഹലോ, എന്നാ ഞാൻ കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ആ ചതിയനടുത്തില്ലേ? അയാൾ നല്ല ഉറക്കത്തില. ഞാൻ മുറിക്ക് പുറത്തുനിന്നാ വിളിക്കുന്നേ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ കുറച്ച് ദിവസം ആയില്ലേ? ഇനിയിപ്പോ മഞ്ജുവിനോട് വലിയ താല്പര്യമൊന്നും അയാൾ കാണിക്കത്തില്ലായിരിക്കും. എന്നുവെച്ചാ മാസാമാസം പോവാൻ ചിന്ന വീട് അയാൾക്ക് ഒരുപാടുണ്ടല്ലോ. മറ്റുള്ളവരെ കാണിക്കാൻ അയാളുടെ ഭാര്യയായി കഴിയുന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ അതിനപ്പുറം ബന്ധമൊന്നുമില്ല. ശരി സാഗറെ, ഞാൻ വിളിച്ചോളാം. ശരി മഞ്ജു. അവന്റെ ആ കള്ള ചിരി കണ്ടില്ലേ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയായിട്ട് കഴിയുന്നതല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും അവനുമായിട്ട് ഇല്ലെന്നാണ് മഞ്ജു പറയുന്നത്. എടാ മാർക്കോ, അതൊരു പച്ചക്കൊടി കാണിക്കലല്ലേ? പിന്നെ അല്ലാതെ. എടാ, നീ സീരിയസ് ആണെങ്കിൽ മേഘനാഥന്റെ നെഞ്ചത്ത് കരിങ്കൊടി നാട്ടണോടാ. ഇത്രയൊക്കെ ചെയ്തവനെ വഞ്ചിച്ച് വശം കെടുത്തണം. അതിന് ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടാ. അതേടാ, ഞങ്ങളുണ്ട് കൂടെ. നീ ധൈര്യമായിട്ട് പടം നയിച്ചോ. നീ അവളെ കെട്ടണം. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിക്കണം. അവൾക്കൊപ്പം ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ചെയ്ത എല്ലാ തെറ്റും കണ്ണൻ സാറ് മഹാലക്ഷ്മിയും പോർക്കും. നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തരും. പക്ഷെ അവിടെയും നമ്മൾ സംശയിക്കുന്ന കാര്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് മാർക്കോ. അല്ല, മേഘന്റെ മുറപ്പെണ്ണിനെ 100% വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? അവള് മേഘന്റെ മുറപ്പെണ്ണാണെങ്കിലും കണ്ണൻ സാറിന്റെ പെങ്ങളുമാണ്. രണ്ടാളിന്റെ അച്ഛനൊന്ന. അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും അവൾക്ക് കാണും. പിന്നെ മേഘന്റെ ചതി തിരിച്ചറിഞ്ഞതുകൊണ്ട് അവളുടെ സ്വഭാവത്തില് മാറ്റം വരാൻ സാധ്യതയുണ്ട്. നീ പ്രേമിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങള് ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ ഓക്കെ. ആ, എന്നാ പിന്നെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല, നമുക്കിനി റൂട്ട് വല്ലതും ഉണ്ടോ? പോടാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്.
എന്റെ മഹി, ജീവിതത്തിൽ ഇതുപോലുള്ള ബന്ധുക്കളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കരുണയുടെ അച്ഛൻ നിനക്ക് രണ്ടാനച്ഛനാ. എങ്കിലും നീ അച്ഛാന്ന് വിളിക്കുമ്പോ അതിന്റെ ഒരു സ്നേഹം അയാൾ കാണിക്കണ്ടേ? അതുപോലെ തന്നെ കണ്ണേട്ടന്റെയും ഉണ്ണിയുടെയൊക്കെ അച്ഛൻ ഒന്ന് തന്നെയാ. എന്നിട്ട് കണ്ണേട്ടന്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവനും അവന്റെ അമ്മയൊക്കെ കണ്ണേട്ടൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ? എന്ത് ചെയ്യാനാ, ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളിലും ഇതൊക്കെ തന്നെയാ നടക്കുന്നത്. മനുഷ്യന്റെ ജീവനേക്കാളും സ്വത്തിനും പണത്തിനോ പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങളെ ശത്രുക്കളെ കരുതുന്നവർക്ക് അവരാഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കാൻ ഞാനും കണ്ണേട്ടനും ഒക്കെ തയ്യാറാ. എന്നാ അവരതൊന്നും മനസ്സിലാക്കാതെയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആരോ വന്നല്ലോ. ഇതാരാ വരുന്നേ നോക്ക്. വാ വാ, കടുപ്പത്തിലൊരു ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട, രാവിലെ 1-2 ചായ കുടിച്ചതേ ഉള്ളൂ. കണ്ണേട്ടനെ കണ്ടായിരുന്നോ മാർക്കോ? കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് വരെ ഇതിനകത്ത് തന്നെ ഇരിക്കണം മഹാലക്ഷ്മി. രസകരമായിട്ടുള്ളൊരു നാടകമാണ് നമ്മൾ ആടി തിമിർക്കാൻ പോകുന്നത്. ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു നാടകം. എന്തിനു ഞങ്ങൾ റെഡിയാ. മഹിക്ക് ഇത്തിരി പേടിയുണ്ടെങ്കിലും ഞാൻ ധൈര്യം കൊടുത്തിട്ടുണ്ട്. ലോകത്ത് ഇതുപോലുള്ള ആൾക്കാരുണ്ടാവില്ല. രക്തബന്ധത്തിൽപ്പെട്ടവരെയാ കൊല്ലാൻ തീരുമാനിക്കുന്നത്. ഇന്നലെ രണ്ടാനച്ഛനും ആണിന്റെ വില കളയാൻ ജനിച്ച മേഘനാഥനും കൂടി ചിത കത്തിച്ച വിഷ്വൽസ് ഞാൻ കാണിച്ചല്ലോ മഹാലക്ഷ്മിയെ. താനാണ് കത്തിയാൻ വരുന്നതെന്ന് ദൃശ്യം കണ്ടിട്ട് അവരുടെ മുഖത്ത് സന്തോഷം കണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒരു തീയായിട്ടുള്ളിൽ ഉണ്ടാവണം മഹാലക്ഷ്മി. എങ്കിലേ 2 ദിവസം നമുക്ക് ആടി തിമിർക്കാൻ പറ്റും. തന്റെ ശത്രുക്കൾ പരമാവധി സന്തോഷിക്കട്ടെ. അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടട്ടെ, ആഘോഷങ്ങൾ നടത്തട്ടെ, പാർട്ടി നടത്തട്ടെ. അതിന്റെയൊക്കെ അവസാനം താൻ അവരുടെയൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നല്ലത്. ഇതിനു മുമ്പ് അതിനൊരവസരം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തന്നെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കുമ്പോൾ. പക്ഷേ ആ സമയത്ത് നമ്മൾ തമ്മിൽ ഇത്ര ഒരു അടുപ്പമില്ലായിരുന്നോണ്ടാ ഇങ്ങനൊരു കളിക്ക് മുതിരാതിരുന്നത്. പക്ഷേ ഇപ്പൊ അതിനുള്ള ചാൻസ് അവന്മാര് തന്നെ കൊണ്ടുതന്നു. അതിലേക്കിനി നമ്മളും കുറച്ച് വളഞ്ഞ വഴി ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഞാനിടയ്ക്ക് വരാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ശരി. അല്ല, പോവാണോ? ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? അതിനൊന്നിനും സമയമില്ല. ശരി. നമ്മൾ ആണുങ്ങളെ പലപ്പോഴും കുറ്റം പറയുമ്പോ കൂട്ടത്തിൽ ഇതുപോലുള്ള നല്ല ചെറുപ്പക്കാരും ഉണ്ടെന്ന് ഓർക്കണം. ശരീരത്തിനൊക്കെ നല്ല വേദന, എന്നാലും നല്ല വിശദമായിട്ടൊന്ന് കുളിക്കണം. മോളാ മോളെ മോളെ എന്താണ് മുഖത്തൊരു ചിരി? പഴയതുപോലെ അച്ഛനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാനാണോ വന്നേ? ഒരിക്കലും അല്ല. ഏയ്
ദേഹത്തൊക്കെ എണ്ണയാവും മോളെ കേട്ടോ. അതെ, സംസാരം ഒന്നും ഒച്ചത്തിൽ വേണ്ട. അവിടെ ഒരുത്തി അടുക്കളയിൽ നിൽക്കുക, ഇതൊന്നും അറിയാതെ. ഇനിയിപ്പോ പോലീസ് അന്വേഷണമൊക്കെ ഉണ്ടാവില്ല അച്ഛാ? പതുക്കെ ഉണ്ടാവും. കമലേശ്വരത്ത് പോലീസ് വരും, ഇവിടെ വരും, ചിലപ്പോ ആ മേഘനാഥന്റെ വീട്ടിൽ വരും. ആ സമയത്തൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് മോളങ്ങ് നിന്നാ മതി. അല്ല, ഇന്നലെ ചെയ്ത കത്തിയരിയെന്ന് കണ്ടിട്ടല്ലേ അച്ഛൻ വന്നത്? അതിനീ മോക്ക് സംശയ? എന്നാലും അവളുടെ മുഖം കണ്ടായിരുന്നോ? അവള് പുറംതിരിഞ്ഞ് കിടക്കുന്നതൊക്കെ ഞാനും മേഘനൊക്കെ കണ്ടതാ.